ഫിലിപ്പ് മാമ്പാട്, മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തെ ഒരു പോക്സോ കേസിൽ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അവരുടെ പാരന്റ്സ് ഈ കുട്ടിയെ ചില കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിന്റെ കൂടെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ കുറ്റകൃത്യം നടന്നത്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അറസ്റ്റിലായി, നിലവിൽ റിമാൻഡിലാണ്. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ പല രീതിയിലുള്ള സമ്മിശ്ര പ്രതികരണങ്ങൾ പതിവ് പോലെ തന്നെ വന്നു തുടങ്ങി. അതിൽ ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന കേസ് നിലവിൽ അന്വേഷണത്തിലാണ്. അതിൽ അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായും 100% ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പലതരം പ്രതികരണങ്ങളിലെ ഒരു കാര്യമാണ്, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ വ്യക്തിക്ക്, ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഈ സംഗതിയെല്ലാം തന്നെ ആരൊക്കെയോ ചേർന്ന്, ഏതോ മാഫിയൊക്കെ ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. ലഹരി മാഫിയാണ് ഇതിന് പിന്നിൽ, ലഹരി മാഫിയയുടെ കണ്ണിലെ കരടാണ് ഇദ്ദേഹം എന്നൊക്കെയാണ് ഈ കൂട്ടർ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം എങ്ങനെയാണ് ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ കണ്ണിലെ കരടായത് എന്നൊക്കെ അറിയാൻ വേണ്ടി സ്വാഭാവികമായും ഇദ്ദേഹത്തിന്റെ ചില വീഡിയോകൾ കണ്ടു. അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ഒരു ലഹരി മാഫിയക്കെതിരെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടൊന്നും അതിൽ കാണാനേ കഴിയുന്നില്ല. അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നേരത്തെ പെരിന്തൽമണ്ണ സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ലഹരി മാഫിയക്കെതിരെ പോരാടാൻ അയാൾക്ക് ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്ന അയാളുടെ യൂണിഫോം തന്നെയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിൽ ഒരിക്കൽ പോലും ഒരു വലിയ രീതിയിലുള്ള ഒരു ഡ്രഗ് ബസ്റ്റ് നടത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ തലത്തിൽ ലഹരി വിതരണം ചെയ്യുന്നത് പോലെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തതായിട്ടുള്ള ചരിത്രങ്ങളൊന്നും തന്നെ വാർത്താ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഇദ്ദേഹം സ്വയം പറയുന്നതിലോ ഒന്നും എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊരു ലഹരി മാഫിയക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഓഫീസർ എന്നുള്ള രീതിയിൽ സർവീസിലിരിക്കെ എവിടെയും അദ്ദേഹത്തിന് ഒരു ചരിത്രമില്ല. പിന്നെ അദ്ദേഹം സർവീസ് ഉപേക്ഷിച്ച് വന്നതാണ്. അതിന് കാരണമായി അദ്ദേഹം തന്നെ പല വീഡിയോകളിലും ഇയാൾ പറയുന്നത് എന്താണ്, എനിക്ക് അവിടെ നിന്ന് കിട്ടിയതിനേക്കാളും കൂടുതൽ ശമ്പളം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഞാൻ മാസം ഇത്ര ലക്ഷം രൂപ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഫാൻസ് ഇങ്ങനെ ഇയാൾ എന്തോ ലഹരി മാഫിയെ ഭീഷണിപ്പെടുത്തി നിർത്തുന്ന ആളാണ്, ലഹരി മാഫിയെ എതിർക്കുന്ന ആളാണെന്നൊക്കെയാണ് പറയുന്നത്.